കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ച്, നമ്മുടെ കഴിഞ്ഞ ഇന്നലെയെ സംബന്ധിച്ചുള്ള ടെൻഷൻ ഒഴിവാക്കണം, തൗബ ചെയ്യണം. പക്ഷേ ഞാനാ ചെയ്തത്, അത് കാരണം എൻ്റെ കാര്യം എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിരാശയും എന്തെന്നില്ലാത്ത ഒരു തരത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുന്ന വിധം നമ്മുടെ ഇന്നലെയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. നാളെ നമുക്ക് കിട്ടുമോ എന്നറിയുമോ? ഇല്ല. ഇന്നമ യബ്ന ആദം ഇന്നമ അൻസ തലാഥ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറയുമായിരുന്നു, മറ്റു പല മഹാന്മാരുടെയും ഉദ്ധരണികളുണ്ട്. മനുഷ്യ, നീ ആകെ 3 ദിവസമാണ്. ഒന്ന് യൗമുൻ മള, കഴിഞ്ഞുപോയി, അതൊരിക്കലും നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളന്ന് നന്മ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചെങ്കിൽ അൽഹംദുലില്ലാ. നമ്മൾ തെറ്റ് ചെയ്തു, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പക്ഷേ ആ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെ ഓർത്ത് മുഴുവൻ സമയവും നമ്മളിങ്ങനെ ഖിന്നരായി ദുഃഖിതരായി ഒരു പണിയെടുക്കാതെ ആ ഇന്നലെയോർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് ഇന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇന്നലെ തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് നിർത്തുക. അല്ലാഹു അത്താഇബു മിനദ്ദംബി കമല്ലാ ദംബല. ഒരു തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്ന മനുഷ്യൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഇന്നലെ ഞാൻ അങ്ങനെ എൻ്റെ കഴിഞ്ഞ കാലം, ചെറുപ്പകാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമസ്കാരം ഖളാ കിട്ടിയോ? അൽഹംദുലില്ലാ. തൗബ ചെയ്തു മടങ്ങിയോ? അൽഹംദുലില്ലാ. എന്നല്ലാതെ ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കരുത്. ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന നാളെക്കുറിച്ച് നമ്മൾ ഭീതിപ്പെടേണ്ടതുണ്ടോ? നീ 3 എണ്ണമാണ് മനുഷ്യ. മൂന്നാമത്തേത് വഗദുൻ ലാ തദ്രി അതുദ്രികുഹു. നാളെ വരുമോ എന്ന് ആർക്കറിയാം? നാളെ നമുക്ക് വന്നെത്തുമോ? പലപ്പോഴും പേടിപ്പിക്കപ്പെടുന്ന പലതും സംഭവിക്കില്ല എന്നതാണ് അത്ഭുതം. മനുഷ്യന്മാരങ്ങനെ പേടിച്ച് ജീവിക്കും. ആ ഇന്നമാ യഅദുകുമുശ് ശൈത്വാനു അൽ ഫഖറ വൽ ഫഹ്ശ വയഅമുറുകും ബിൽ ഫഹ്ശ. നിങ്ങൾക്ക് പേടിയും ഭയവും ദാരിദ്ര്യവും ഉണ്ടാകുമെന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് പിശാചാണെന്ന് വിശുദ്ധ ഖുർആൻ. അത് ഇബ്ലീസിൻ്റെ ഒരു പണിയാണ്. നിൻ്റെ നാളെ പോയിട്ടോ, നാട് കുട്ടിച്ചോറായി. എന്ത് കുട്ടിച്ചോറ്? അപ്പോഴും നന്മ ബാക്കിയില്ലേ? അപ്പോഴും നല്ല മനുഷ്യർ ബാക്കിയില്ലേ? നല്ല ചിന്തകൾ ബാക്കിയില്ലേ? നല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമില്ലേ? അപ്പം നാളെ ലീവ് ഇറ്റ് ഫോർ അള്ളാഹ്. അത് അള്ളാഹുവിന് വിടുക. അത് നാളെ വരുമ്പോഴല്ലേ. നമ്മൾ പ്ലാൻ ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി കരുതലോടെ ജീവിക്കണം. പക്ഷെ ആ ടെൻഷൻ ഇന്ന് അനുഭവിക്കരുത്. അതാ വരുമ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും.